മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 46-ാം സങ്കീർത്തനം 4-ാം തിരുവാക്യം. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ സന്തുഷ്ടമാക്കിക്കൊണ്ട്, നമ്മുടെ കുടുംബങ്ങളെ ആനന്ദമണിയിച്ചുകൊണ്ട്, നമ്മുടെ കൂട്ടായ്മകളെയും സഭാ സമൂഹങ്ങളെയും കൂടുതൽ കൂടുതൽ ആത്മശക്തിയാൽ നിറച്ചുകൊണ്ട് ഒഴുകുന്ന ദൈവത്തിന്റെ നദിയാണ് പരിശുദ്ധാത്മാവ്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഹൃദയത്തിന്റെ സകല ഭാരങ്ങളെയും വിട്ടുകളഞ്ഞ് ഈ ആത്മനദി നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറഞ്ഞൊഴുകുവാൻ, പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദത്താൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം പൂരിതമാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവസന്നിധിയിൽ എല്ലാവരും, നമ്മളായിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞൊഴുക്കിനു വേണ്ടി അഭിഷേകത്തിന് ശക്തമായ പ്രവാഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക് നിറഞ്ഞൊഴുകുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഇപ്രകാരം സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, കുടുംബങ്ങളെ, സഭാ സമൂഹങ്ങളെ, സഭാ സമൂഹങ്ങളെ സന്തുഷ്ടമാക്കണമേ, സന്തുഷ്ടമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് നമ്മൾ പാടി പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. സ്വർഗം തുറക്കപ്പെടുന്ന സമയം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന സമയം, ഹൃദയം തുറന്ന് അഭിഷേക നിറവോടെ നമ്മൾ ആത്മാവിനെ വിളിച്ച് പാടുന്നു. പരിശുദ്ധാത്മാവേ വരിക, വരിക. ഒന്ന് വിശ്വാസത്തോടെ വിളിച്ച്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വരിക, വരിക, വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് പാടുന്നു. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ.
എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മ ആവാസത്തിന് വേണ്ടി, പരിശുദ്ധാത്മ അനുഭവത്തിന് വേണ്ടി? വസിക്കണമേ ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹൃദയം പൊട്ടി വിളിച്ച പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, വരിക, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആമേൻ. ഞങ്ങളിൽ ഹല്ലേലൂയ, വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Come Holy Spirit. ദൈവത്തിന്റെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളുടെ മേൽ വരണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, Spirit move, move. ദൈവജനത്തിന് മേൽ ശക്തിയോടെ പടരുക. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, 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 വരിക, വരിക. ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവ് നാമം വിളിച്ച് നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, വരിക, വരിക, വരിക. ഈ സ്തുതി ആരാധനയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളിലേക്ക് ശക്തിയോടെ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപക്കെട്ടുകളെ പൊട്ടിക്കണമേ, ശാപക്കെട്ടുകൾ അഴിക്കണമേ, സാത്താൻ അടിസ്ഥാനങ്ങളെ തകർക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. Come Holy Spirit. വരിക, വരിക പരിശുദ്ധാത്മാവേ. അത്ഭുത രോഗശാന്തികൾ വെളിപ്പെടട്ടെ, അത്ഭുത ഡെലിവറൻസുകൾ വെളിപ്പെടട്ടെ, അത്ഭുത മാനസാന്തരങ്ങൾ വെളിപ്പെടട്ടെ, അത്ഭുത കൃപാവരങ്ങൾ ദൈവജനത്തിന്റെ മേൽ തീ പോലെ കത്തി കത്തി പടരട്ടെ. Spirit move. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, സകല ഹൃദയങ്ങളെയും തുറക്കണമേ. ദൈവ സാന്നിധ്യത്തിന്റെ സ്പാർക്ക് ഉണ്ടാകട്ടെ. എല്ലാ ഉള്ളങ്ങളിലും അഭിഷേകത്തിന്റെ തീ പടരട്ടെ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റെടുക്കണമേ, അവിടുന്ന് എല്ലാം ക്രമപ്പെടുത്തണമേ. Come Holy Spirit, come Holy Spirit. പരിശുദ്ധാത്മാവേ, വരിക. ഈ ശുശ്രൂഷയിലുടനീളം അങ്ങ് പ്രവർത്തിക്കണമേ. അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ദൂത് നൽകണമേ. വചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. ബ്ലസ്, ബ്ലസ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ ഈ ഒരു സന്ദേശത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ദൈവമക്കൾ ജീവിക്കേണ്ടത് ലോകത്തിൻ്റെ അരൂപിയിലോ ലോകത്തിൻ്റെ സംവിധാനങ്ങളിലല്ല, പരിശുദ്ധാത്മാവിലാണ്. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരാണ്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മെ ഓരോരുത്തരെയും കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്തിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോട് പറയുകയാണ്, 5-ാം അധ്യായം 25-ാം തിരുവചനം. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ അരൂപി എന്താണ് നമ്മോട് സംസാരിക്കുന്നത്?
നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ജീവിക്കാനാണ്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, അത് വളരെ അർത്ഥവത്താണ്. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ ജനം. എന്താണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം? നമ്മുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നിരിക്കുന്നത്? ഈ ലോകം പരിശുദ്ധാത്മാവിനെ കാണേണ്ടതും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കേണ്ടതും നമ്മിലൂടെയാണ്. നമ്മിലൂടെ വേണം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ലോകം തിരിച്ചറിയുവാനായി. ഇതെങ്ങനെ സംഭവിക്കും? ഇത് സംഭവിക്കണമെങ്കിൽ നമ്മിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടണം. മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ വെളിപ്പെടൽ നമ്മിലൂടെ സംഭവിക്കുമ്പോൾ ഈ ലോകം പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയും. ഇതിനുള്ളൊരു ദാഹം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിന്റെ 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ സവിശേഷത, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് താഴ്മയുടെ, എളിമയുടെ ജീവിതമാണ്. നമ്മൾ വചനത്തിൽ കണ്ടു, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കി ഒഴുകുന്ന ഒരു നദിയുണ്ട്. പരിശുദ്ധാത്മാവ് ജീവനദിയാണ്. നമുക്കറിയാം, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? ആ വ്യക്തിയെ ആരും കാണുന്നില്ല, ഒരു ചലനം മാത്രമേ ഉള്ളൂ. കാരണം ആ വ്യക്തി വെള്ളത്തിലാണ് മുങ്ങിക്കിടക്കുന്നത്, വെറും ഒരു ചലനം മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ. അവിടെ സ്വയം പുകഴ്ചയില്ല, ആത്മപ്രശംസയില്ല, അഹങ്കാരമില്ല. അത് താഴ്മയുടെ ജീവിതമാണ്. അപ്പോസ്തലനായ പത്രോസ് സഭയെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവാക്യം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തിക്കൊള്ളും. തക്ക സമയത്ത്, അതാണ് ദൈവത്തിന്റെ സമയം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലൊരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കാൻ, ദൈവത്തിന് ഇടപെടുവാൻ, ദൈവത്തിന് ഉയർത്തുവാൻ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ ആരും സ്വയം ഉയരാൻ വേണ്ടി, പേര് കിട്ടാൻ വേണ്ടി, മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി നമ്മളൊന്നും കാട്ടിക്കൂട്ടണ്ട. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കാട്ടിക്കൂട്ടലുകളല്ല, അത് വേഷം കെട്ടലുകളല്ല, അത് താഴ്മയുടെ ജീവിതമാണെന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 5ഉം 6ഉം തിരുവചനങ്ങളിൽ പൗലോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിയോഗിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട കാര്യമാണത്. പൗലോസ് വെറും ഒരു ശുശ്രൂഷകൻ മാത്രം, പൗലോസ് വെറും ഒരു ദാസൻ മാത്രം. പൗലോസ് ആരുമല്ല, കർത്താവിന്റെ കരുണയാണ്, കർത്താവിന്റെ മനസ്സലിവാണ് ഇതുപോലെ പൗലോസ് നിർത്തിയിരിക്കുന്നത്. പൗലോസ് ആരുമല്ല, അവൻ വെറുമൊരു ദാസൻ മാത്രം. ഈ തിരിച്ചറിവാണ് അവസാന ശ്വാസം വരെ കർത്താവിന്റെ വിശ്വസ്തതയിൽ സഭയോട് ചേർന്ന് ജീവിച്ച അവസാന രക്തസാക്ഷിത്വത്തിലൂടെ കർത്താവിനോടുള്ള തന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിഞ്ഞത്. പൗലോസ് ജനത്തെ പഠിപ്പിക്കുകയാണ്. പൗലോസ് നനച്ചു, വളർത്തിയത് ദൈവമാണ്, അതുകൊണ്ട് വളർത്തുന്ന ദൈവത്തിനാണ് പ്രാധാന്യം. ഈ ഒരു തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അകത്തുണ്ടാകണം. നമ്മൾ വെറും ഒരു ദാസൻ മാത്രം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വചനത്തിൽ പറയുന്നു, കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വേണോ? നമ്മുടെ കുടുംബങ്ങൾക്ക് അഭിവൃദ്ധി വേണോ? എൻ്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, നമ്മുടെ ശുശ്രൂഷകളിൽ കാലഘട്ടത്തിന് അഭിഷേകം ഒഴുകപ്പെടണോ?
നമ്മൾ ഈ എളിമയിലോട്ട് വരണം. പരിശുദ്ധാത്മാവുള്ള ജീവിതം എന്ന് പറയുന്നത് പുതുഭാഷകളും വ്യാഖ്യാനങ്ങളും പ്രവചനങ്ങളും മാത്രം നിറഞ്ഞൊരു ജീവിതമല്ല. അത് വളരെ ശരിയാണ്. എന്നാൽ മറുഭാഗം അത് എളിമയുടെ, താഴ്മയുടെ, സ്വയം ചെറുതാകലിന്റെ ജീവിതമാണ്. ഈ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നിശ്ചയമായും നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് ഉയർത്തും. രണ്ടാമത്, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് നവീകരണത്തിന്റെ, രൂപാന്തരീകരണത്തിന്റെ ജീവിതമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 4-ാം തിരുവാക്യം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യ സമൂഹത്തിലേക്ക് തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. വചനം പഠിപ്പിക്കുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ പവർ, പരിശുദ്ധാത്മ അനുഭവം ശിഷ്യന്മാർക്കുണ്ടാവുകയാണ്. അവിടെ എന്താ സംഭവിച്ചത്? തുറന്നുള്ള വചനങ്ങൾ നമ്മൾ വായിക്കണം. പ്രത്യേകിച്ച് പത്രോസ്ലിയുടെ ജീവിതത്തിലെ അദ്ദേഹം അതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഭയം വിശ്വാസമായി രൂപാന്തരപ്പെടുകയാണ്. താൻ ആരെയാണോ ഭയപ്പെട്ടിരുന്നത്, ആ ഭയപ്പെട്ട മനുഷ്യരുടെ മുൻപിൽ വന്ന് ആത്മശക്തിയോടെ കർത്താവിന്റെ സുവിശേഷം അറിയിക്കുകയാണ്. ആ ഒരൊറ്റ സുവിശേഷ പ്രഘോഷണത്തിലൂടെ 3000 പേരെ മാനസാന്തരപ്പെട്ടു. അവർ അന്ന് തന്നെ മാമോദീസ സ്വീകരിച്ച് സഭയോട് ചേർക്കപ്പെടുകയാണ്. സഭ രൂപപ്പെടുകയാണ്. രൂപാന്തരീകരണം, ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. പഴയതുപോലെ കള്ളം പറയുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുക, മറ്റുള്ളവരെ ചതിക്കുക, മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള, പാരവയ്ക്കാനുള്ള, അവരെ ഒതുക്കി തീർക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു വേദനയായിട്ട് മാറുക, പാപകരമായി ജീവിക്കുക, ലോകത്തിൻ്റെ അരൂപിയിൽ വളരുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ഒരിക്കലും ഒരു മിഷണറി പറഞ്ഞ അനുഭവം എൻ്റെ കണ്ണു നിറഞ്ഞൊരു അനുഭവമാണ്. അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ വർഷങ്ങളായി കർത്താവിന് വേണ്ടി വേല ചെയ്യുകയാണ്. ഒരു ദിവസം അദ്ദേഹം താൻ വേല ചെയ്യുന്ന ആ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങുവാൻ തൻ്റെ ജീപ്പിൽ വരികയാണ്. അങ്ങനെ അദ്ദേഹം ആ കടയിലെത്തി. ജീപ്പ് അവിടെ അത് ഓഫ് ചെയ്ത്, അതിന് എഞ്ചിൻ ഓഫ് ചെയ്ത് അദ്ദേഹം സാധനങ്ങൾ വാങ്ങാൻ കടയിലോട്ട് കയറി. സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ആ ജീപ്പ് റിവേഴ്സ് എടുക്കുകയാണ്. ഈ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ജീപ്പിന്റെ പുറകിൽ ഒരു ബൈക്ക് ഇരിപ്പുണ്ടായിരുന്നു. ജീപ്പിന്റെ ആ പിൻഭാഗം ആ ബൈക്കിന്റെ സൈഡ് മിററിൽ ജസ്റ്റ് ഒന്ന് തട്ടി, വേറെ ഒന്നും സംഭവിച്ചില്ല, ഒന്ന് തട്ടി. പക്ഷെ അതൊക്കെ ഇറങ്ങി വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ആ മിറർ ഒന്നിങ്ങനെ ചെരിഞ്ഞിരിക്കുന്നുണ്ട്. അല്പം സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു പെയിന്റ് കളർ ഇങ്ങനെ കുറച്ചൊന്ന് പോയിട്ടുണ്ട്, അല്പം. ഉടനെ മിഷണറി എന്താ ചെയ്തതെന്ന് പറഞ്ഞു. അദ്ദേഹം അടുത്തുള്ള കടകളിലേക്ക്, ഷോപ്പുകളിലേക്ക് കയറി ഇറങ്ങി ചോദിച്ചു, ആരുടെ ഈ ബൈക്ക്, ആരുടെ ഈ ബൈക്ക്, ഈ ബൈക്കിൻ്റെ ഉടമസ്ഥൻ ആരാണ്, ഈ ബൈക്കിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അദ്ദേഹം പല കടകളും കയറി ഇറങ്ങി ചോദിക്കുകയാണ്, ആരുടെയാണ് ഈ ബൈക്ക്, ആരുടെയാണ് ഈ ബൈക്ക്? അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ ബൈക്ക് എൻ്റേതാണ്. ഉടനെ മിഷണറി പറഞ്ഞു, സഹോദര ഒന്ന് കൂടെ വരാൻ പറഞ്ഞു. അദ്ദേഹം പറയാണ്, ഞാൻ ഈ ജീപ്പ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ജീപ്പിൻ്റെ പിൻഭാഗം താങ്കളുടെ ബൈക്കിൻ്റെ ആ സൈഡ് മിറർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു, ഒന്നും സംഭവിച്ചിട്ടില്ല, എന്ത് വേണമെങ്കിലും തരാം, എന്താണ് ചെയ്യേണ്ടത്? ഈ ചെറുപ്പക്കാരൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ബൈക്കിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ചെറുപ്പക്കാരന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ, താങ്കളുടെ നല്ല മനസ്സിന് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം, ആ ചെറുപ്പക്കാരൻ മറ്റൊന്നും പറയാതെ ശരിക്കും അവൻ്റെ ജീവിതത്തിൽ ഈ നാളുകളിൽ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ മിഷണറി അങ്ങനെ ജീപ്പും കൊണ്ട് തൻ്റെ ആ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഞാനിത് എന്തിനാണ് നിങ്ങളോട് പറഞ്ഞെന്നറിഞ്ഞു. ഞാൻ ഇദ്ദേഹം ഈ അനുഭവം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചു, ചിലപ്പോൾ നമ്മൾ പലരുമാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഒന്നും കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ ആ ജീപ്പും കൊണ്ട് വിട്ടങ്ങ് പോകും. പക്ഷെ അദ്ദേഹത്തിന് അത് പറ്റുന്നില്ല. കാരണം അദ്ദേഹം പരിശുദ്ധാത്മ അനുഭവമുള്ളവനാണ്. പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായ ജീവിതമാണ്, അത് നേരിൻ്റെ ജീവിതമാണ്, അത് വിശുദ്ധിയുടെ ജീവിതമാണ്, അത് നവീകരണത്തിൻ്റെ ജീവിതമാണ്, അത് രൂപാന്തരീകരണത്തിൻ്റെ ജീവിതമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജീവിതത്തിലേക്കാണ് കർത്താവ് നമ്മെ ഓരോരുത്തരും വിളിക്കുന്നത്. മൂന്നാമത്,
പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് അത് ആനന്ദത്തിന്റെ ജീവിതമാണ്. ആകുലതകളും ഉത്കണ്ഠകളും ഇല്ലാത്ത സന്തോഷത്തിന്റെ ജീവിതം. എന്നെ പലപ്പോഴും അതിശയപ്പെടുത്തുന്നൊരു വചനമാണ് യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 12-ാമത്തെ തിരുവാക്യം. താഴ്വരകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾക്ക് എന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് അവർക്ക് വിശ്രമം നൽകി, അവർക്ക് സ്വസ്ഥത നൽകുകയാണ്. പരിശുദ്ധാത്മ നൽകുന്ന വിശ്രമം, പരിശുദ്ധാത്മ നൽകുന്ന സ്വസ്ഥത, അതെന്തുമാത്രം വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ത്രില്ല് നമ്മൾ ശരിക്കും അനുഭവിക്കണം. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ നൽകുന്ന വിശ്രമം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മ നൽകുന്ന സ്വസ്ഥത അനുഭവിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് നൽകുന്ന യഥാർത്ഥ ആനന്ദം എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിലോട്ട് വരണം. 12-ാം അധ്യായം 6-ഉം 7-ഉം തിരുവാക്യങ്ങൾ. ഞാൻ ഈ തിരുവചനങ്ങൾ പല പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പത്രോസേ, അങ്ങേക്ക് എങ്ങനെ ഇത് സാധ്യമായത്? പരസ്യ വിചാരണയ്ക്ക് കൊണ്ടുവരുന്നതിന് തലേ രാത്രിയിലെ പത്രോസിനെ ജയിലിൽ ഇട്ടിരിക്കുകയാണ്. കാരാഗൃഹത്തിലാണ് പത്രോസ്. പരസ്യ വിചാരണ കഴിഞ്ഞാൽ പിറ്റേ ദിവസം പത്രോസിന്റെ തല വെട്ടി അവനെ കൊന്നുകളയുക. ഇതാണ് ഹെരോദോസ് വിധിച്ചിരിക്കുന്നത്. ഈ പരസ്യ വിചാരണയ്ക്ക് വേണ്ടി പത്രോസ്ലീഗ തടവിൽ കഴിയുകയാണ്. ദൈവത്തിന്റെ വചനം പറയാം, താൻ നാളെ മരിക്കുമെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും തൻ്റെ തല വെട്ടി മാറ്റാൻ പോവുകയാണെന്നുള്ള കാര്യം കൃത്യമായി പത്രോസ്ലീഗ തിരിച്ചറിഞ്ഞിട്ടും എന്താണ് പത്രോസ് ചെയ്തത്? 2 പടയാളികളുടെ മധ്യേ പത്രോസ് ഉറങ്ങുകയായിരുന്നു. ഇതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്രമം, പരിശുദ്ധാത്മ നൽകുന്ന സ്വസ്ഥത. ഇതാണ് പരിശുദ്ധാത്മ അനുഭവം എന്ന് പറയുന്നത്. വെറും ഒരു ഇമോഷണൽ അല്ല പ്രിയപ്പെട്ടവരെ. അത് ഭാരങ്ങളില്ലാത്ത, ഉത്കണ്ഠകളില്ലാത്ത, ആകുലതകളില്ലാത്ത കൃപയുടെ, ആത്മശക്തിയുടെ ജീവിതമാണ്. 7-ാം വചനത്തിൽ പറയാണ്, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ ആ കാരാഗൃഹത്തിലേക്ക് ഇറങ്ങി വന്നു. പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തി, പീറ്റർ, പത്രോസേ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ കർത്താവിന്റെ ദൂതൻ പത്രോസിനെ തട്ടി ഉണർത്തുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പത്രോസിന്റെ ഉറക്കം എങ്ങനെയുള്ള ഉറക്കമായിരിക്കും? ഒരു മന്ദതയിലല്ല, ഡീപ് സ്ലീപ്പാണ്, ഗാഢമായ നിദ്രയാണ്. എപ്പോഴാണ് ഇങ്ങനെ ഗാഢമായി ഉറങ്ങുന്നത്? നാളെ തൻ്റെ തല വെട്ടി മാറ്റാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ട്. ഇതല്ലേ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം? എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ വെല്ലുവിളികൾ നമ്മുടെ മുൻപിൽ ഉയർന്നു നിന്നാലും അതൊന്നും നമ്മളെ ഭാരപ്പെടുത്തുന്നില്ല, അതൊന്നും നമ്മളെ പ്രയാസപ്പെടുത്തുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്രമം, പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വസ്ഥത, അതെത്ര വലിയ അനുഭവമാണ്. താഴ്വരകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾക്ക് എന്ന പോലെ കർത്താവിൻ്റെ ആത്മാവ് അവർക്ക് വിശ്രമം നൽകി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നൽകുന്ന വിശ്രമത്തിനായി നമ്മൾ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിലുള്ള താഴ്മയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിലുള്ള നവീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കണം. നിങ്ങൾ ഇരുന്നു കൊണ്ട് തന്നെ 2 കരങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് കിടത്തി ഒരു 3 പ്രാവശ്യം ശക്തിയോടെ വിളിച്ച് ഹൃദയം പൊട്ടി വിളിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മ വരട്ടെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മ വരട്ടെ. പരിശുദ്ധാത്മ അനുഭവത്തിന് വേണ്ടി ഹൃദയം തുറന്നൊരു 3 പ്രാവശ്യം സ്വരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 വരിക. 2 കരങ്ങളും ഉയർത്തി സ്വന്തമായി വിളിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവേ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. വരിക പരിശുദ്ധാത്മാവേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളുടെ മേൽ ശക്തിയോടെ വരിക. കൃപയുടെ ആത്മാവായി, അനുഗ്രഹത്തിന്റെ ആത്മാവായി, അഭിഷേകത്തിന്റെ ആത്മാവായി ജനലക്ഷങ്ങളിൽ കത്തിപ്പടരുക. പൈശാചിക കെട്ടുകളെ, നാരകീയ പോരാട്ടങ്ങളെ, സാത്താൻ അടിസ്ഥാനങ്ങളെ പരിശുദ്ധാത്മാവെ തകർക്കണമേ.
തകർക്കണമേ. ഒരിക്കൽ കൂടി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കരമടിച്ച് പാടുന്നു. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ. സ്നേഹത്തോടെ വിളിച്ചേ എല്ലാവരും. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. സകല ടെൻഷനും മാറട്ടെ. പല പല വിഷയങ്ങളെ കുറിച്ചുള്ള ആകുലതകൾ വിട്ടുമാറി പോകട്ടെ. ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. എല്ലാവരും ഒരുമിച്ച് വലിയ ആഗ്രഹത്തോടെ, ഓ ഞങ്ങളിൽ വന്നു വസിക്കണമേ. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം അത് എത്രയോ എത്രയോ അനുഗ്രഹപ്രദമാണ്. താഴ്മയുടെ ജീവിതം, രൂപാന്തരീകരണത്തിന്റെ ജീവിതം, അല്ലലുകളില്ലാത്ത, ആകുലതകളില്ലാത്ത ആനന്ദത്തിന്റെ ജീവിതം, അതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. കർത്താവ് നമുക്ക് നൽകിയ ഈ തിരുവചനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മ ജീവിതത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യസ്നേഹമേ, തിരുഭോജ്യമായി നിറയണമേ, ദിവ്യകാരുണ്യമേ, പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്തിരൂപനായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളോട് കാണിച്ച കാരുണ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സാധിക്കുന്ന എല്ലാവരും നമ്മളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി പരിശുദ്ധ കുർബാനയിലേക്ക് ഇരുകരങ്ങളും യാചനാപൂർവ്വം നീട്ടിപ്പിടിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിന്റെ പ്രാധാന്യം അത് താഴ്മയുടെയും രൂപാന്തരീകരണത്തിന്റെയും ആനന്ദത്തിന്റെ ജീവിതമാണെന്ന് തിരുവചനത്തിലൂടെ കർത്താവിന്റെ അരൂപി നമ്മളെ ബോധ്യപ്പെടുത്തി. നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും തലമുറകളിൽ ഈ അഭിഷേകം അഗ്നി പോലെ കത്തിപ്പടരുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ തീയിൽ സകല പാപരോഗ ശാപബന്ധനങ്ങളും കരിഞ്ഞു പോകുവാനായിട്ട് നമ്മുടെ കുടുംബങ്ങളെ വരിഞ്ഞു മുറുകിയിരിക്കുന്ന പൈശാചിക കെട്ടുകൾ പൊട്ടിപ്പോകുവാൻ നമ്മുടെ ജീവിതത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന സാത്താന്യ ബന്ധന കെട്ടുകളെല്ലാം നിർവീര്യമായി പോകുവാൻ ഇരുകരങ്ങളും ദിവ്യകാരുണ്യസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് നമ്മൾ വിശ്വാസത്തോടെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 വരണമേ, വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ആത്മശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാനുള്ള കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മ അഭിഷേകം തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനോയിന്റ് ചെയ്യണമേ. ഞങ്ങളുടെ കൂട്ടായ്മകൾ അഭിഷേകം ചെയ്യണമേ. എല്ലാവിധ പാപക്കെട്ടുകളെയും ശാപബന്ധനങ്ങളെയും പരിശുദ്ധാത്മാവെ അഴിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന സമയം, ദിവ്യകാരുണ്യത്തിൽ നിന്ന് അനന്തമായ കൃപകൾ അനേകായിരങ്ങളിൽ ഒഴുകപ്പെടുന്ന സമയം, ഈശോ തരുന്ന അഭിഷേക കൃപകൾ സ്വീകരിച്ച് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, പരിശുദ്ധാത്മ അഭിഷേകം തന്നതിനായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് സുവിശേഷത്തിനായി കുടുംബങ്ങൾ തുറന്നിടുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ